ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്പൈസി ആയ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ കറി നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. അപ്പോൾ ഈ മുട്ട പുഴുങ്ങിയിട്ടാണ് കറി വെക്കുന്നത്. അതിന് വേണ്ടി ഞാൻ മുട്ട നല്ലോണം കഴുകി പുഴുങ്ങാൻ വേണ്ടി പോവാട്ടോ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് വീഡിയോസൊക്കെ കാണുക. അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേ ഞാനിത് പുഴുങ്ങാൻ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് പൂരിയാണ്. പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ മൈദയും ആട്ടയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. രണ്ടും ഈക്വലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ച് വെക്കാം. പൂരി പൊരിച്ച പാട് ചൂടോടെ കഴിക്കുന്നതിനാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് പൊരിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. മാവ് കുഴച്ച് വെച്ചാൽ അന്നേരം പരുത്തി പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഈ പൂരിൻ്റെ മാവ് കുഴച്ചിട്ട് കുറച്ച് നേരം എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും. അപ്പോൾ ഇത് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വെല്ലുള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകാണ്. പച്ചമുളക് ഒന്നെടുത്തത് വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ 2 എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് വെക്കാം. ചെറുതായിട്ട് മുറിക്കണം കേട്ടോ ഉള്ളിയൊക്കെ. അപ്പോഴേക്കും നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു. അത് തണിഞ്ഞാലല്ലേ നമുക്ക് അത് തോട് പൊളിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പിട്ട് കൊടുത്തത്. ഇത് നല്ലോണം നല്ല എന്താ പറയുക സ്വർണ്ണ കളറാകുന്ന വരെ ഒന്ന് വാടി വരണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു മുട്ടൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണത്. അത് എല്ലാവരും ഒന്ന് പോയി നോക്കി കണ്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കുക. അത് അടിപൊളി ടേസ്റ്റാട്ടോ. പക്ഷേ അതിന് ഗ്രേവി ഇല്ല, ഇത് ഗ്രേവി ഉള്ളതാണ്. ഇനി ഞാൻ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി തക്കാളി നല്ലോണം ഒന്ന് വയന്ന് വരണം. അപ്പോഴേക്കും നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടയുടെ തൊലി ഒന്ന് പോക്കി അത് 2ആയി മുറിച്ച് വെക്കാം. നിങ്ങളാരെങ്കിലും ഇതുപോലെ മുട്ട കറി വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ആ മുട്ടയെല്ലാം കറക്റ്റായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മതി കേട്ടോ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി. അത് ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും 1 ടീസ്പൂണ് മീറ്റ് മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയാണ്. ഇതെല്ലാം ഒന്ന് നല്ലോണം വഴറ്റി എടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി അധികം നിന്നോട്ടിട്ടോ വെള്ളം, എന്നാലിത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ റെഡിയാണോ നോക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കുക. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടതിന് ശേഷം അങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. മെല്ലെ ഒന്ന് മേലിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇത് പൊട്ടിപ്പോവും, മുട്ട പൊടിഞ്ഞു പോവുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ഓൾറെഡി വെന്ത സാധനങ്ങളാണല്ലോ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് ഞാൻ പൂരിയൊക്കെ പരത്തി വെച്ചിരുന്നു. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഈ പൂരി ഒന്ന് പൊരിച്ചെടുക്കാം.